നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ. വീണയുടെ ശൈലിയൊക്കെ നമുക്കറിയാം. അച്ഛൻ മുഖ്യമന്ത്രിയാണ്. ആരും ചോദ്യം ചെയ്യാനില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഭാഗ്യമുള്ള ഒരു മകളായി വീണ കുറേ കാലം വിലസി. അതുമാത്രമല്ല, അച്ഛൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം സ്വന്തം ഭർത്താവിനെ ജയിക്കുമെന്നുറപ്പുള്ള ഒരു മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് മന്ത്രിയാക്കി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ വളപ്പിൽ തന്നെയുള്ള മറ്റൊരു മന്ത്രിമന്ദിരത്തിൽ മകളെയും മരുമകനെയും താമസിപ്പിച്ചു. ആവശ്യമില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ അച്ഛൻ്റെ വിദേശയാത്രകളിലെല്ലാം മകനെയും കൂട്ടി വീണയും അനുഗമിച്ചു. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു യോഗത്തിൽ പോലും ഈ വീണയും മകനും പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു. അന്നൊന്നും പിണറായി വിജയൻ ഇതൊന്നും വകവെച്ചില്ല. പക്ഷേ ഇന്ന് അവസ്ഥകളൊക്കെ മാറിയിരിക്കുകയാണ്. വീണയെ ഇത്രയധികം ദയനീയമായിട്ടുള്ള നിസ്സഹായമായിട്ടുള്ള ഒരു ഭാവത്തോടുകൂടി ഇന്നതുവരെ കേരളം കണ്ടിട്ടില്ല. അവരുടെ മുഖഭാവം പൂർണ്ണമായും കാണാൻ കഴിയുമായിരുന്നില്ല. കാരണം ഇന്നലെ കൊച്ചി കടവന്ത്രയിലുള്ള ഇ ഡിയുടെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായ വീണ മുഖം മറച്ചിരുന്നു. അതുതന്നെ ഒരു കള്ളത്തരമാണ്. നമുക്കറിയാം, കുറ്റകൃത്യങ്ങൾ ചെയ്തവരൊക്കെ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ മുഖം മറച്ചാണ് വരുന്നത്. ഒന്നുകിൽ ഷോൾ കൊണ്ട് മുഖം മറയ്ക്കും. പ്രത്യേകിച്ചും സ്ത്രീകളാണ്. അതിനുള്ള സൗകര്യം പോലീസ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ അഞ്ചൽ ഒരു പോലീസുകാരൻ്റെ ബൈക്ക് കത്തിച്ച 2 പെൺകുട്ടികൾ, അതിൽ ഒരു പെൺകുട്ടിയുടെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. മറ്റേ പെൺകുട്ടി ആരാണെന്നോ എന്താണെന്നോ അവളുടെ ചിത്രമോ തിരിച്ചറിയൽ രേഖകളോ അങ്ങനെ ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, അവളെ തെളിവെടുപ്പിനായി അവിടെ കൊണ്ടുവന്ന സമയത്ത് പോലും അവളുടെ മുഖം കാണിക്കാൻ പോലീസുകാർ തയ്യാറായില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതോ ഒരു ഉന്നതന്റെ മകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ കള്ളത്തരങ്ങളും കുറ്റകൃത്യങ്ങളും കാണിക്കുന്നവരൊക്കെ മുഖം മറച്ചാണ് മാധ്യമങ്ങൾക്ക് മുന്നിലും സമൂഹത്തിന് മുന്നിലും പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യേകിച്ച് വീണ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വീണ പലപ്പോഴും അവരുടെ ആഭരണങ്ങളും മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ കാണിക്കാനുള്ള ഒരു ശൈലി എപ്പോഴും കാണിച്ചിരുന്നു. സമൂഹത്തിന് മുന്നിൽ ഇതൊക്കെ ഒന്ന് കാണിക്കണം. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം ഓർക്കുന്ന ജനം മനസ്സിൽ ചിരിക്കുമെന്ന് അവർക്കറിയില്ല. പക്ഷേ ആ രീതിയിലാണ് വീണ പലപ്പോഴും വന്നിട്ടുള്ളത്. അവർ എയർപോർട്ടിലൊക്കെ വന്നിട്ട് ഇറങ്ങി പോകുന്നതും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിലൊക്കെ. പക്ഷേ ഇന്നലെ വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസാണ് ചോദ്യം ചെയ്യലിനായി ഇ ഡിയുടെ ഓഫീസിന് മുന്നിൽ വീണയെ കൊണ്ടുവിട്ടത്. അതൊരു ഇന്നോവ കാറിലാണ്. ഏകദേശം 10-40 ലക്ഷം രൂപ വിലയുള്ള ഒരു ഇന്നോവ കാറിലാണ്. അത് 4 രജിസ്ട്രേഷൻ ആയിരുന്നു. അതിൻ്റെ നമ്പറും മറ്റും അതിൻ്റെ ഉടമസ്ഥനെ കുറിച്ചൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഇന്നലെ വീണയുടെ ആ ഒരു മുഖഭാവം അത് പരമദയനീയമായിരുന്നു. ഇനിയും ദയനീയമാകാൻ കിടക്കുന്നതേയുള്ളൂ. കാരണം ചോദ്യം ചെയ്യലിൻ്റെ ആദ്യഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അതിൽ തന്നെ വീണയ്ക്ക് ഉത്തരങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 2ാം ഘട്ട ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. അതിനുശേഷം വീണ പുറത്തേക്ക് വരുമോ? 2ാം ഘട്ട ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം വീണ പുറത്തേക്ക് വരുമോ അതോ നേരെ ജയിലിലേക്ക് പോകുമോ എന്നുള്ള അത് ഒരു ചോദ്യമായി നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞൊരു ഭാഗ്യമാണ്. കാരണം കഴിഞ്ഞ 10 വർഷം കേരളത്തെ ഭരിച്ചു മുടിക്കുകയും നിരവധി പേരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത പിണറായി വിജയൻ എന്ന മനസാക്ഷിയില്ലാത്ത കഴിവുകെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇതുപോലൊരു അവസ്ഥ വരുന്നത് കേരളം കാണുന്നത് പൊട്ടിച്ചിരിയോട് തന്നെയാണ്.